ഈ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് അവതാരക പുകഴ്ത്തുന്നത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? അങ്ങനെ ഉദ്ഘാടകൻ്റെയും അധ്യക്ഷ പ്രസംഗൻ്റെയും ഒക്കെ പ്രസംഗം വിലയിരുത്തി കമൻ്റ് പറയലാണോ ഈ അവതാരകയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രസംഗം ആയിരുന്നില്ല എന്ന് വിചാരിക്കും. ആ അവതാരകയ്ക്ക് നല്ല പ്രസംഗമായി തോന്നിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ അവതാരക പറയുക? മുഖ്യമന്ത്രി കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരുന്നു എന്ന് ഒരു അവതാരക പറയും എന്ന് നമ്മൾ വിചാരിക്കാമോ? അപ്പോൾ ഇതിവിടെ ക്ഷോഭം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാഗാണ്, മാധ്യമങ്ങളുടെ ഒരു ടാഗാണ്. ഒരു തിരുത്തലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് 78 വയസ്സുള്ള കേരളത്തിലെ ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യത്യസ്തമായ അധികാര പദവികളിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഒരു 78 വയസ്സുള്ള അല്ലെങ്കിൽ ആ പദവിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാരക അല്പം അതിരു കടന്നാൽ ആ അവതാരകയെ സ്വാഭാവികമായും തിരുത്താനുള്ള ആ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഔചിത്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പിന്നെ പിണറായി വിജയൻ, നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പിണറായി വിജയനിൽ നിന്ന് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാറുണ്ട്, നമ്മളത് ഉപയോഗിക്കാറുമുണ്ട് വാർത്തയിൽ. പിണറായി വിജയൻ ആക്കുന്നത് ഈ തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ്, തുറന്നടിച്ച് പറയുന്നതിലൂടെയാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും പെരുന്നാൾ വന്നാലും പിണറായി വിജയൻ ഇങ്ങനെ പ്രതികരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തുറന്നടിച്ച് പ്രതികരിക്കുന്നു എന്ന രീതിയല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ പോലും പറയേണ്ടതുപോലെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നോക്കൂ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനത് എന്താണ് സംഭവം എന്നൊന്നും അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവതാരകയുടെ പ്രശ്നമല്ല. അവരെ നിയോഗിച്ചിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ സമിതി അംഗം ഈ പ്രസംഗങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് ഈ അവതാരകയോട് പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല പ്രസംഗമാണ് എന്ന് പറയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് എവിടെയോ തിരുത്തപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. അത് ആ അവതാരകയോടല്ല. ഇനി നമ്മൾ അടുത്ത ഘട്ടം ചർച്ച ചെയ്യുമ്പോൾ ഈ അങ്ങനെ പരസ്യമായി പറയേണ്ടതുണ്ടോ, അത് അവതാരകയ്ക്ക് വിഷമം ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, പൊതുസ്ഥലത്ത് ഒരു അവതാരക എന്തൊക്കെ പറയണമെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള തിരുത്തൽ വരുന്നു എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെ പറഞ്ഞതിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ അവതാരകയോട് മുഖ്യമന്ത്രി നോക്കിച്ചിരിക്കുന്നുണ്ട്. അവതാരക അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ അവതരണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ അവർക്ക് വിഷമമുണ്ടായതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. പക്ഷേ അതൊരു തിരുത്തലായി അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ചിരിയാണ്. പല ആളുകളോടും മുഖ്യമന്ത്രി നോക്കിച്ചിരിക്കുന്നുണ്ട്, അവതാരകയോട് നോക്കിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും പ്രായമുള്ള ഒരാളുടെ ഒരു പ്രിവിലേജായി മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. അത് സ്വാഭാവികമായി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തിരുത്താൻ വേണ്ടേ. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് എങ്കിൽ ആ വിളിച്ചു പറയുന്ന ആളുകളോട് ഇങ്ങനെയല്ല വിളിച്ചു പറയേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായി കാര്യം പറയാൻ. ഇപ്പോൾ നോക്കൂ, നമ്മളെപ്പോഴും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമായിട്ടാണ് എന്ന് വെച്ചാൽ, നമ്മുടെ സമകാലിക രണ്ട് നേതാക്കളിൽ ഉമ്മൻചാണ്ടിയുടേത് തീർത്തും വ്യത്യസ്തമായ ശൈലിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആ ശൈലി തന്നെ പിണറായി വിജയൻ ഉണ്ടാകണമെന്നും കരുണാകരൻ്റെ ശൈലി തന്നെ ആൻ്റണിക്ക് ഉണ്ടാകണമെന്നും നമ്മൾ ശഠിക്കുന്നത് അത് നമ്മുടെ മാത്രം ശാഠ്യമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ പലതരത്തിലെ ചിട്ടവട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ചിട്ട ഇതാണ്. ആ ചിട്ട ഇനി തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പോലും പിണറായി വിജയൻ അത് പോകുന്നു എന്നുള്ള, നേരത്തെ പറഞ്ഞ പോലെ കടക്ക് പുറത്ത് പ്രയോഗം പോകേണ്ടവരിപ്പോൾ നമ്മുടെ കൂടെ അരുൺ ഇരിക്കുന്നുണ്ടല്ലോ. അരുൺ ഒരു ദിവസം മുഖ്യമന്ത്രി നവകേരള യാത്രയുടെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭിമുഖത്തിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഓർക്കുന്നത്, നിങ്ങൾക്ക് നവകേരള സദസ്സിൽ ഈ ആ, വിശിഷ്ടാതിഥികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൂടെ? അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ അതിനകത്തേക്ക് വന്നാൽ നിങ്ങളുടെ കണ്ണ് മുഴുവൻ ഈ പറയുന്ന വന്ന അതിഥികളിലാകും. അപ്പോൾ അവരുടെ രാഷ്ട്രീയമായി ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അയാൾക്ക് കാര്യം പറയാൻ കഴിയാതെ പോകും. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ വരാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട എന്ന് അപ്പം തന്നെ അങ്ങ് എടുത്ത് പറയുകയും ചെയ്തു. ഇവിടെയും ഈ മുഖാമുഖം പരിപാടിയിൽ അത് ആ രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ രീതി ആസൂത്രണം ചെയ്ത് പരിപാടി നടപ്പാക്കുന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകൾ അവിടെ ഒരു സ്പിൽ ഓവർ പോലെ തുടർന്നാൽ കടക്ക് പുറത്ത് എന്ന് കണിശമായി പറയുക മാത്രമാണ് നടത്തുന്നത്. ഷിബു ചക്രവർത്തിയുടെ കാര്യത്തിനകത്ത് നോക്കൂ, ഇതിനകത്തൊക്കെ തന്നെയും ഒരു ഓണർഷിപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ പണിയെടുക്കുന്നതിനകത്ത് എനിക്കൊരു ഓണർഷിപ്പ് ഇല്ല എങ്കിൽ, തോന്നുന്നില്ല എങ്കിൽ ആ പണി ഞാൻ നിർത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ ഷിബു ചക്രവർത്തി അവിടെ വന്നിട്ട് അദ്ദേഹം ആ ഏത് പ്രസ്ഥാനത്തെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തെ ഡിസോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്.
അവിടെയാണ് അങ്ങനെയല്ല അതിനെ അവതരിപ്പിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയാൻ ആൾ വേണമെന്നേ. ഇതൊക്കെ ഇങ്ങനെയല്ല കേട്ടോ, കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാനും കുറച്ച് കണിശമായി പറയാനൊക്കെ ആളുകൾ വേണം എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.